വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാട്ടിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. വയനാട്ടിൽ കനത്ത മഴ തുടരുകയായിരുന്നു നേരത്തെ. ഈ പശ്ചാത്തലത്തിൽ ലക്കിടിയിലും ചുരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാലും പുതുപ്പാടി ഈങ്ങാപ്പുഴയിൽ റോഡിൽ വെള്ളം കയറിയതിനാലുമാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നത്. നിലവിൽ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാത 766 വെള്ളം കയറി. വൈത്തിരി വട്ടപ്പാറ ഭാഗത്ത് 24 മണിക്കൂറിനിടെ 208.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജയരാജ് ബത്തേരി ഉണ്ട്. ജയരാജ്, വയനാട് പ്രത്യേക പരിഗണനയും ശ്രദ്ധയും കൊടുക്കേണ്ട സ്ഥലമാണ്. നിരവധി ദുരന്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? റെഡ് അലർട്ട് നിലനിൽക്കുന്നുയല്ലേ അവിടെ? സജിത്തെ, ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയാണ് വയനാട്ടിലെ പല സ്ഥലങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് നമുക്കൊക്കെ ആ ഒരു ആശങ്കയുള്ള സ്ഥലത്ത് തന്നെയാണ്. മേപ്പാടി ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ലക്കിടി ഭാഗങ്ങളിലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയം ഇപ്പൊ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടെങ്കിലും അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഉച്ച കഴിയുന്നതോടെ തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, വയനാട്ടിൽ നിന്നും കൂടുതൽ ആളുകൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നിരവധി വാഹനങ്ങളൊക്കെ പോകേണ്ടതാണ്. പക്ഷേ ഈ ചുരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ചുരം കഴിഞ്ഞാൽ അടുത്ത അടിവാരം കഴിഞ്ഞുള്ള ഒരു സ്റ്റോപ്പാണ് ഈ ഈങ്ങാപ്പുഴ എന്ന് പറയുന്നത്. അവിടെ വെള്ളം കയറിയിട്ട് ഒരു 6-7 വർഷം മുമ്പ് ഇതുപോലെ വലിയ ഒരു വെള്ള കയറ്റം അവിടെ ഉണ്ടായിരുന്നു, ഒരു പുഴയിൽ നിന്നും വെള്ളം കയറുന്നത്. പക്ഷേ ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ, അതായത് വയനാട് ജില്ലയിൽ നിന്നും പോകുന്ന വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതും മലയോര പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് വഴിതിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗതാഗത തടസ്സമാണ് ഇപ്പോൾ ഈ ഒരു വയനാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും വലിയ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കൽപ്പറ്റ കാവുമന്തം വില്ലേജിലെ തയ്യിൽ ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 8ഓളം കുടുംബങ്ങളിലെ 24 പേരെ കാപ്പുവയൽ GLP സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 8 കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടുന്നു എന്നുള്ളതും ആണ് ഇപ്പൊ നമുക്കറിയുന്നത്. കൂടാതെ ചെക്കണ്ണി എന്ന് പറയുന്ന ഒരു കാട്ടുനായ്ക്ക ഉന്നതിയുണ്ട്. അവിടെ വീടിന് മുന്നിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പക്ഷെ മറ്റ് അപകടങ്ങളൊന്നുമില്ലെങ്കിലും ആ കുടുംബങ്ങളെയും ഇതേ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും, അതുപോലെ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പാൽച്ചുരം ഭാഗത്ത് റോഡ് ഇടിഞ്ഞതും ഗതാഗത തടസ്സത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും മഴ ചെറിയ ഒരു ശമനമുണ്ടെങ്കിലും അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. സൈത്ത് പറഞ്ഞതുപോലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്നത് ഈ മേപ്പാടി ഭാഗത്ത് നിർത്താതെ പെയ്യുന്ന ഒരു മഴയായിരുന്നു. പക്ഷെ ഇപ്പം പൊതുവെ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആകാശം ഇരുണ്ടുമൂടി തന്നെയാണ് കിടക്കുന്നത്. ഒരുപക്ഷെ ഉച്ച കഴിയുന്നതോടുകൂടി മഴ ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട്. യെസ്, അതാണ് സാഹചര്യം. വടക്കൻ കേരളത്തിലും ആശങ്കയാണ്, പ്രത്യേകിച്ച് വയനാട് അടക്കം. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. മധ്യ കേരളത്തിൽ ആശങ്കപ്പെടുന്ന ജില്ലകളിലൊന്ന് ഇടുക്കിയാണ്. ഇടുക്കി പെരുവന്താനം പുല്ലുപാറയ്ക്ക് സമീപം മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ഭീമൻ പാറകളും മണ്ണും റോഡിൽ പതിച്ചതോടെ ഗതാഗത മേഖലയിൽ പൂർണ്ണമായും തടസ്സപ്പെടുകയാണ്.